വനിതകൾ കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയത് എന്ന മുജാഹിദിന്റെ പുസ്തകം തന്നെ എന്റെ കയ്യിലുണ്ട്. റസൂലുള്ളാന്റെ ശിഷ്യഗണങ്ങൾ സ്വഹാബികളാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത്, അല്ലേ? റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമാണ് കേരളത്തിലുള്ളത്. സ്വഹാബത്ത് ഉൾക്കൊണ്ട ഇസ്ലാമാണ് കേരള മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ടോ ആ സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാം കേരളത്തിൽ നിലനിൽക്കുന്നത് നമുക്കറിയില്ലേ? സ്വഹാബികൾ വന്ന് ഇവിടെ ചെയ്തത് കേരളത്തിൽ 10 പള്ളികൾ നിർമ്മിക്കുകയാണ്. ആ 10 പള്ളികൾ ഇന്നുമുണ്ടല്ലോ. ആ 10 പള്ളികളിൽ, ആ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികളിൽ അവരാരും ജുമുഅക്കോ ജമാഅത്തിനോ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, 1-ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയിട്ടില്ല, 2-ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയിട്ടില്ല, 3-ലും 4-ലും 5-ലും 8-ലും 10-ലും 11-ലും 12-ലും 13-ലും 13.5 നൂറ്റാണ്ട് വരേക്കും 1350 വർഷക്കാലം കേരളത്തിലെ പള്ളികളിലേക്ക് മുസ്ലിം സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നതല്ല, മുജാഹിദിന്റെ പത്രം പറയുന്നു. കേരളത്തിൽ ആദ്യമായി പോയിട്ടുള്ളത് 2 സ്ത്രീകളാണ്. ഏതാ 2 സ്ത്രീകൾ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് വെള്ളാറമ്പാറ ഖദീജ കുട്ടി, മറ്റൊന്ന് PK ആമിന. ഇത് ഖദീജ ബീവിയല്ല, ആമിന ബീവിയുമല്ല. മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ സ്ഥലത്തുള്ള 2 സ്ത്രീകളാണ് ഇവർ. ഈ സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പോകാൻ തുടങ്ങിയത് എന്നാണ് നാം ചിന്തിക്കണം. സഹോദരന്മാരെ, 1950-കൾ 40-കൾക്ക് ശേഷമാണ് അവർ ജുമുഅക്കും ജമാഅത്തിനും പോവാൻ തുടങ്ങിയത്. നിങ്ങൾ ചിന്തിക്കൂ, മുജാഹിദ് കേരളത്തിൽ ഉണ്ടായതെന്ന 1920-കളിൽ 24, 25-കളിലാണ് മുജാഹിദ് ഉണ്ടായതെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോകണമെന്നൊരു സുന്നത്ത് അന്ന് ഇസ്ലാമിൽ ഇല്ലായിരുന്നു. 920-ൽ കൊണ്ടുപോയിട്ടില്ല, 25-ൽ കൊണ്ടുപോയിട്ടില്ല, 30-ൽ കൊണ്ടുപോയോ? പോയിട്ടില്ല. 35-ൽ കൊണ്ടുപോയോ? ഇല്ലേ ഇല്ല. 40-ൽ കൊണ്ടുപോയോ? ഇല്ല. അന്ന് മുജാഹിദുകൾക്ക് ജുമുഅക്കും ജമാഅത്തിനും പോകുന്നത് അത് സുന്നത്ത് പോലുമില്ല എന്ന് മുജാഹിദിന്റെ അൽമനാറിൽ വ്യക്തമായി എഴുതിയത് എന്റെ കൈവശമുണ്ട്. നോക്കൂ നിങ്ങൾ, അന്നൊന്നും ഇത് സുന്നത്ത് പോലുമില്ല. ഇപ്പോഴോ? ഇപ്പൊ മുജാഹിദുകൾക്ക് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയെങ്കിലേ അവർക്ക് സന്തോഷമാവുകയുള്ളൂ. ഇതേതാണ് മതം ഞങ്ങൾക്കറിയുന്നില്ല. 1350 കൊല്ലത്തെ പാരമ്പര്യമെടുത്ത് പരതിയാൽ അന്നൊന്നും സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും വലിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായമില്ല എന്ന് മുജാഹിദുകൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അവരുടെ വനിതാ മാസികയിൽ രേഖപ്പെടുത്തി വെക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിന് പൂർവികരുടെ പാരമ്പര്യമുണ്ടോ? എവിടെ എത്തി മുജാഹിദുകൾ? ഇസ്ലാമിലെ ഓരോ മത നിയമങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കാൻ സമയമില്ല. ഞാനിപ്പോ ഒന്നുകൂടി ഓർക്കുകയാണ്. മുജാഹിദ് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്കറിയാമോ, സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോകണമെന്ന് മാത്രമല്ല, ഇപ്പൊ മുജാഹിദുകൾ ഈയിടെയായിട്ട് ഒരു പുതിയ നിയമം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? മുജാഹിദുകൾ സ്ത്രീകൾക്ക് ജുമുഅക്കും ജമാഅത്തിനൊക്കെ പോകണമെങ്കിൽ പഴയതുപോലെയല്ലല്ലോ. ഈ യാത്രാ സൗകര്യങ്ങൾ കൂടിയ കാലഘട്ടമാണ്. പഴയ കാലത്ത് നടന്നാ എല്ലാവരും പോയിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വാഹനത്തിലാ. അപ്പൊ കാറിൽ പോകാം, അതുപോലെ ജീപ്പിൽ പോകാം, പലതിനും പോകാം. ഇപ്പൊ അതൊന്നുമല്ല. ലാസ്റ്റ് ഒരു മുജാഹിദ് സ്ത്രീയും മുജാഹിദ് സുല്ലമിയോട് ചോദ്യമാണ്. എന്താ ചോദ്യം? അല്ല, സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ? ബൈക്കിൽ യാത്ര ചെയ്യാമോ? എങ്ങനെ? സ്ത്രീകൾ ഒറ്റക്ക് ബൈക്ക് വിട്ടു പോകാമോ എന്നല്ല, അതിലാർക്കും സംശയമില്ല. അതിപ്പോ എല്ലാവരും പോകുന്നുണ്ട്. അവിടെ അല്ല ചോദ്യം. ചോദ്യത്തിന്റെ മർമ്മമുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ, അന്യ പുരുഷൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ പിന്നിലിരുന്ന് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമോ? അന്യ പുരുഷൻ ഇതിങ്ങനെ ഓടിക്കാണ്, അതിന്റെ പിന്നിൽ സ്ത്രീകൾക്ക് കയറിപ്പറ്റി പോകാമോ? സ്വാഭാവികമായ ചോദ്യം. മുജാഹിദിന്റെ വനിതാ മാസിക പുടവയാണ് എന്റെ കയ്യിൽ, അതിലാണ് ഈ ചോദ്യം. അപ്പോ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം സജീവ പ്രവർത്തകനായ IS ബുകാരന്റെ ഭാര്യയാണ്. അവൻ ഗൾഫിലാണ്, ഭാര്യക്ക് പള്ളിക്ക് പോകണം, വേറെ മാർഗമൊന്നുമില്ല. അടുത്ത വീട്ടിൽ സജീവ പ്രവർത്തകൻ IS ഉണ്ട്, അവന് ബൈക്കും ഉണ്ട്, അവൻ ഏതായാലും പള്ളിക്ക് പോവാണ്. എന്നാ അതിന്റെ മേലാണ് ചാടിയിരുന്ന് പോകാൻ പറ്റുമോ? ചോദ്യം നല്ല പ്രസക്തം തന്നെയാണ്. അതായിരിക്കും അതിന്റെ താല്പര്യം. അപ്പൊ മൗലവിയുടെ സുല്ലമിയുടെ ഫത്വ നിങ്ങൾ ചിന്തിക്കണം. എന്താ ഫത്വ എന്നറിയോ? മറുപടി കേട്ടോളൂ, വിശദീകരിക്കാൻ സമയമില്ല. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യ പുരുഷന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. എങ്ങനെ? അന്യ പുരുഷന്റെ
ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കുഴപ്പമില്ല, ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിക്കണം എന്നുള്ളൂ.